അങ്ങനെയെല്ലാം കൂടി രാവിലെ നമ്മൾ എണീറ്റിട്ട് എന്താക്കണം, ഒരു കവറൊക്കെ തൂക്കിയിട്ട് കൈമേൽ ഒരു കുടമൊക്കെ പിടിച്ചിട്ട് നേരെ നടന്നു പോകട്ടോ. വണ്ടി എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള വെച്ചുകൊണ്ട് വണ്ടിയിൽ എണ്ണ അടിച്ച് വണ്ടി ഒരു വൈക്കായി. അങ്ങനെ ഞാൻ വിചാരിച്ചൊന്ന് നടക്കാം, നിങ്ങൾക്ക് ഈ സ്ഥലമൊന്ന് കാണിച്ചു തരാമെന്ന്. ഇതേമാതിരിയുള്ള സ്ഥലം നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊക്കെ അങ്ങ് അടിച്ചേക്കിട്ടാ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താക്കാണ് ഇതിലേ ഇങ്ങനെ നടന്നു പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബും രസവും ഒക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ ലാഭവും കിട്ടി ആരോഗ്യവും നന്നായി എന്ന് പറഞ്ഞൊരവസ്ഥ കേട്ടോ. എൻ്റെ അടുത്ത് ഇന്ന് വണ്ടി ഇല്ലാത്തതിനെ കൊണ്ടാണ് നമ്മളെന്താക്കി ഇങ്ങനെ നടക്കാമെന്നൊക്കെ തീരുമാനിച്ചത്. അങ്ങനെ ഈ കനാലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കണം. വെള്ളമൊന്നും കണ്ടില്ലേ എൻ്റെ മക്കളെ, ഒരു രക്ഷയില്ല. നല്ല ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ റെയിലിൻ്റെ മുകളിലെത്തി. റെയിലിൻ്റെ ഇതിലേ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് കിട്ടും. പണ്ട് നോമ്പൊക്കെ നോറ്റിട്ട് എന്താക്കാണ് ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുകയും വൈകുന്നേരം വരെ ഞാനും എൻ്റെ കമ്പനിക്കാരൊക്കെ ഇങ്ങനെ നടന്നിട്ട് അടിയത്ത് ഏതെങ്കിലും പള്ളി ഉണ്ടെങ്കിൽ ആടപ്പറ്റി നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും വൈകുന്നേരം നടക്കും. എന്തിനാണ് നടന്നതെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കിയില്ല. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കാണ് വീട്ടിലേക്ക് നടന്നു പോകുന്നവരുള്ളൊരു സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ റെയിലും കൂടിയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ അടിക്കാൻ വേണ്ടിയിട്ട് പറക്കൊന്നും ചെയ്യേണ്ട. പിന്നെ നമ്മളെന്താക്കണം ഇവിടുന്ന് ലേശം ഇങ്ങോട്ടേ കൈ കഴിഞ്ഞാൽ എന്താക്കണം നമ്മൾ ഉസൈൻ മാഷ പറഞ്ഞ അതിലൂടെ തന്നെ നമ്മളെന്താക്കാണ് പുരയിലേക്ക് പോകട്ടോ. അത്ര നടക്കാനുള്ളൂ. നടക്കാൻ അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ് മൊത്തം ആൾക്കാർ. ചെറുതായിട്ടൊന്ന് നടക്കാനുണ്ടെങ്കിൽ എന്താണ് അവിടെയും വണ്ടി എടുത്തിട്ട് നമ്മൾ പോകുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് മൊത്തമായിട്ട് നടക്കാമെന്ന്. അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് ഇതാ നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ മുമ്പ് കൂടിയാണ് പോകുന്നത്. മേത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ കവറും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചാണ് ഈ ഇരുമ്പിൻ്റെ മുകളിൽ. ഇത് നമ്മൾ പഠിച്ച സ്കൂൾ, പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല, കളിച്ച സ്കൂൾ എന്നൊക്കെ പറയും. ഇവിടെ നിന്ന് അതിന് ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിച്ച് വലിയ സംഭവമായത്. ഇപ്പം പോരേൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്ന സ്കൂൾ അവിടെ തന്നെ ഉണ്ട്, വേറെ കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താക്കാണ് ഇതാട്ടോ പാലൂർ സ്കൂൾ, നമ്മൾ പഠിച്ച സ്കൂളാണ്. ഇത് നമ്മളെ ഗ്രൗണ്ടിന് ആദ്യത്തെ ഈ നടന്നു പോകുന്നത്. അങ്ങനെല്ലാം കൂടി റോഡിൻ്റെ മുമ്പിൽ എത്തി. ഇവിടുന്ന് അഴപ്പുറം കടന്നു കഴിഞ്ഞാൽ നമ്മളെ വീടെത്തുട്ടോ. ഇവിടുന്ന് കടക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ ഒരു 1.5 ടാസ്ക് തന്നെ. ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെ കൊണ്ട്, റോഡ് നന്നായിട്ട് പണി നടക്കുന്നതിനെ കൊണ്ട്, പറഞ്ഞു കേട്ടല്ലോ, നന്നായിട്ട് പണി നടക്കുന്നതിനെ കൊണ്ട് റോഡിൻ്റെ അവസ്ഥ എന്താണ്, ഇതാണ്. ആ ടയർ ആ കുണ്ടിൽ വീണതിന് ശേഷം എനിക്ക് സമാധാനമായി. ഞാനങ്ങ് കടക്കുകയും ചെയ്ത് കടന്നിട്ട് ഇവിടുന്ന് ഒന്ന് സ്ലിപ്പാകാൻ നോക്കി കിട്ടും. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മഴ പെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. കുട എടുത്തതിനെ കൊണ്ട് കുട നന്നായിട്ട് ചൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറച്ചും കൂടി നടന്നാൽ എന്താണ് അപ്പുറം നമ്മളെ വീടുണ്ട്. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോം കൂടി ഇങ്ങനെ നടന്ന് വായിക്കൊള്ളാത്തൊരു പേരൊക്കെ അങ്ങനെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് വീട്ടിലെത്തിയേക്ക്. അപ്പോൾ ഫോൺ ഇപ്പം സ്വിച്ച് ഓഫ് ആവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ ചാർജ് ഇല്ല, ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താക്കുക, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായി എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം വീഡിയോ മിസ് ചെയ്യരുത്. എല്ലാ വീഡിയോയും കണ്ട് നമ്മളോട് എന്താക്കണം സഹകരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ബായ്.